ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേരള വിസയിൽ വരുന്നവർക്ക് വേണ്ടിയാണ്. കാരണം ഇന്നലെ എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചായിരുന്നു കേരള വിസയിൽ വന്നിട്ട് ചതിക്കപ്പെട്ടതിനെ കുറിച്ച്. ആ മെസ്സേജസും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്ട്രെയിറ്റ് വീഡിയോയിലേക്ക് പോകാം. കേരള വിസയിൽ അയർലൻഡിലേക്ക് വരാനായിട്ട് ഒത്തിരി പേര് ശ്രമിക്കുന്നുണ്ട്, ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട്, ഒത്തിരി പേര് വന്നു കഴിഞ്ഞു. അതിൽ കുറച്ചു പേരെങ്കിലും ഇതുപോലുള്ള ചതിക്കുഴിയിൽ പെട്ടും പോയിട്ടുണ്ട്. ഇന്നലെ ഈ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു. ഈ കുട്ടി ഇപ്പൊ ഡബ്ലിനിലുണ്ട്. മെയിലിൽ വന്നതാണ് ഈ കുട്ടി. പക്ഷെ വന്നതിന് ശേഷം അവർ പറഞ്ഞത് ജോലിക്ക് കയറാൻ പറ്റത്തില്ല, 3 മാസത്തേക്ക് ജോലി ഇല്ല എന്നൊക്കെയാണ്. ഈ കുട്ടി നഴ്സിംഗ് ഹോം ആണെന്ന് വിചാരിച്ചാണ് വന്നത്. വന്നപ്പം ഒരു വീട്ടില് കെയർ കൊടുക്കാനായിട്ടാണ് ഈ കുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കുട്ടി ചോദിച്ചപ്പോഴും നഴ്സിംഗ് ഹോം ആണ് എന്നാണ് അവർ പറഞ്ഞത് എന്നാണ് എന്നോട് പറഞ്ഞത്. ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങിച്ചിരിക്കുന്നത് 13 ലക്ഷം രൂപയാണ് ഈ ഒരു ജോലിക്ക് വേണ്ടി. അതായത് കാശും കൊടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ജോലിയും ഇല്ല. പിന്നെ കാശ് തിരിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്ത് ഒരാളല്ല 3 പേര് ഇതിന്റെ ഇടയിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ കാശ് കിട്ടുന്ന കാര്യവും വലിയ ഉറപ്പുള്ളതല്ല. ഇപ്പം വന്നിട്ട് 1 മാസം ആയി, ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല. എന്നാലും എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കേണ്ടത് കൊണ്ട് ആ കുട്ടി ഇപ്പം ചൈൽഡ് മൈൻഡിങ്ങിന് പോകുന്നുണ്ട്. വീക്ക്ലി ട്വൈസ് ജോലി ഉണ്ടെന്നാണ് പറഞ്ഞത് ചൈൽഡ് മൈൻഡിങ്. എന്നാലും നമുക്കറിയാലോ, ചൈൽഡ് മൈൻഡിങ് കൊണ്ട് ഒത്തിരി കാശൊന്നും സേവ് ചെയ്യാൻ പറ്റത്തില്ല, അയർലൻഡിൽ പിടിച്ചു നിൽക്കാനും പറ്റത്തില്ല. അപ്പൊ ഈ ഏജൻസി പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു 10 ഡേയ്സിനകത്ത് ജോലി ശരിയാക്കി കൊടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ജോലി ശരിയാക്കി കൊടുത്തില്ലെങ്കിൽ ഇവര് ലീഗലി മൂവ് ചെയ്യാനാണ് ഇരിക്കുന്നത്. ആ ഒരു 10 ഡേയ്സ് ടൈം ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടി വന്നത്, ഈ കുട്ടിക്ക് വർക്ക് പെർമിറ്റ് അടക്കം കിട്ടിയതാണ്. വർക്ക് പെർമിറ്റ് എല്ലാം കിട്ടി വന്നിട്ടും ഇതാണ് അവസ്ഥ. അപ്പം കേരള വിസയിൽ വരാനിരിക്കുന്നവര് നിങ്ങൾ ശരിക്കും അന്വേഷിച്ചിട്ട് മാത്രമേ ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കാവുള്ളൂ. കാരണം ഒത്തിരി ചതികൾ നടക്കുന്നുണ്ട്. എന്നാൽ ഈ കുട്ടി അയച്ച മെസ്സേജസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഹായ്, ഞാൻ വർക്ക് പെർമിറ്റിലാണല്ലോ വന്നത്. ഇപ്പോൾ ചെന്നപ്പോൾ അവിടെ ജോബില്ലെന്ന്, 3 മന്ത് വരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നാട്ടിൽ ഞാൻ ഏജൻസിയിൽ കുറേ കാശും കൊടുത്താണ് വന്നതും. ഇപ്പോൾ 10 ഡേയ്സ് കൂടി വെയിറ്റ് ചെയ്യാനും NOC വാങ്ങി വേറെ ജോബ് റെഡിയാക്കി തരും എന്നുമാണ് ഏജൻറ്റ് പറയുന്നത്. ഞാൻ ക്യാഷ് കൊടുത്ത ഏജൻറ്റ് അല്ലാതെ വേറെ 3 ഏജൻറ്റ്സ് ഇടയിലുണ്ട്. ടെമ്പററി ആയിട്ട് ഒരു ക്യാഷ് ഹാൻഡ് ജോബ് നോക്കി റെഡിയാക്കുന്നുണ്ട്. അല്ലാതെ ഇവിടെ പിടിച്ചു നിൽക്കണ്ടേ. MNAയിൽ പറഞ്ഞിട്ട് MRCAയിൽ മെയിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. ആകെ വട്ടപൂജ്യത്തിൽ നിൽക്കുന്നു. നാട്ടിൽ നിന്ന് യൂറോപ്പ് എന്ന സ്വപ്നത്തിലേക്ക് കയറാൻ എന്നെപ്പോലെ കടം വാങ്ങിയ കാശ് കൊടുത്ത് വരുന്നവർക്ക് ഇതൊക്കെ ഓരോ പാഠങ്ങളാണ്. ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ കെയർ അസിസ്റ്റൻ്റ് ആയിട്ടാണ് വന്നത്. ഇതാ അവസ്ഥ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പിന്നെ ഇതിന് ശേഷം കുറച്ച് കോൺവെർസേഷനും കൂടെ ഉണ്ടായിരുന്നു. ഈ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചത് ഇൻസ്റ്റയിലാണ്. അപ്പൊ പലതും വോയിസ് മെസ്സേജ് ആയതുകൊണ്ട് ഇൻസ്റ്റയിൽ അത് നമുക്ക് സേവ് ചെയ്ത് കാണിക്കാനുള്ള സെറ്റപ്പ് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് എനിക്കത് വോയിസ് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റുന്നത്. എന്നാലും കുറച്ച് അത് കഴിഞ്ഞിട്ടുള്ള 2-3 മെസ്സേജസ് കൂടെ ഞാൻ സൈഡിൽ കാണിച്ചേക്കാം. അപ്പൊ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് പിക്ചർ കിട്ടും. ഇപ്പം അത് കൂടാതെ ഈ കുട്ടി ഇവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഏജൻസിക്കല്ല, ഏജൻസി പറഞ്ഞ ആ ഒരു കെയർ ഹോമിലേക്ക് മെയിൽ അയച്ചു. മെയിൽ അയച്ചപ്പം അവിടുന്ന് തന്ന ഒരു റെസ്പോൺസിന്റെ ഒരു പോർഷനും ഞാൻ നിങ്ങളെ കാണിച്ചേക്കാം. അതിൽ നിന്ന് ഞാൻ ആ കുട്ടിയുടെ പേരും മെയിൽ അയച്ച ആളുടെ പേരും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി പോർഷൻ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഷെയർ ചെയ്തേക്കാം. അപ്പം നിങ്ങൾക്ക് അതും കാണാം. അപ്പൊ ഏകദേശം ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടും. സോ ഇനി എങ്കിലും നിങ്ങൾ ഇതുപോലുള്ള ചതിക്കുഴിയിൽ പെടാതിരിക്കുക. ഞാൻ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരു ഏജൻസിയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല. പലരും എന്നോട് ചോദിക്കാറുണ്ട് ഏതെങ്കിലും ഒരു നല്ല ഏജൻസി സജസ്റ്റ് ചെയ്യാവോ എന്നൊക്കെ. ഞാൻ ഇതുവരെ ആർക്കും സജസ്റ്റ് ചെയ്യാത്തതിന്റെ കാരണവും ഇതാണ്. ഒത്തിരി നല്ല ഏജൻസീസ് ഉണ്ട്, അതേപോലെ തന്നെ ഒത്തിരി ഫേക്ക് ആയിട്ടുള്ള ഏജൻസീസും ഉണ്ട്. സോ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഏതാണ് നല്ലത് ഏതാണ് ഫേക്ക് എന്ന് തിരിച്ചറിയാൻ മേലാത്തൊരു സാഹചര്യമാണ്. അപ്പൊ നമ്മൾ ഒത്തിരി തവണ അന്വേഷിച്ചിട്ട് ഈ ക്യാഷ് ഒക്കെ കൊടുക്കാവുള്ളൂ. അല്ലെങ്കിലും ഈ 13 lakhs എന്നൊക്കെ പറയുന്നത് ഭയങ്കര കൂടുതലാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇവിടെ വന്ന് ജോലിക്ക് കയറി കഴിയുമ്പോഴത്തേക്ക് ഈ ഏജന്റുമാർക്ക് എംപ്ലോയറുടെ കയ്യിൽ നിന്നും കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു ക്യാഷ്. അത് കൂടാതാണ് നിങ്ങളുടെ ഈ 13 lakhsഉം 12 lakhs ഒക്കെ വാങ്ങിക്കുന്നത്. പലരും പല റേറ്റ്, അവർക്ക് തോന്നുന്ന റേറ്റ് ആണ് പറയുന്നത്. ചിലർ 6 lakhs കൊടുത്ത് വരുന്നവരുണ്ട്, 8 lakhs കൊടുത്ത് വരുന്നവരുണ്ട്, ചിലർ ഒന്നും കൊടുക്കാതെ വരുന്നവരുണ്ട്.
സോ കൂടുതലും ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നിങ്ങൾ ഫ്രീ റിക്രൂട്ട്മെന്റ്സ് ഉണ്ടെങ്കിൽ അതിന് ട്രൈ ചെയ്യുക. ഇച്ചിരി ലേറ്റ് ആയാലും സാരമില്ല, ഫ്രീ റിക്രൂട്ട്മെന്റ്സ് ട്രൈ ചെയ്യുക, അല്ലാതെ ഇതുപോലെയുള്ള ചതിക്കുഴിയിൽ പെടാതിരിക്കുക. അപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി ഇങ്ങോട്ട് വരാനിരിക്കുന്നവർ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കാനാണ്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.